സദൃശവാക്യങ്ങൾ 3-ന്റെ 6. നമ്മുടെ പാതകളെ നേരെയാക്കി നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി സെന്റ് ജോർജ് സൺഡേ സ്കൂൾ കങ്ങരപ്പള്ളിയുടെ ഹെഡ് മാസ്റ്റർ എൽദോ വർഗീസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്മുടെ വികാരി ഫാദർ ഇമേലിയസ് എഴുതിയിരിക്കുന്ന ആദരണീയരായ എക്സിക്യൂട്ടീവ്സ്, സംഘടനാ ഭാരവാഹികളെ, ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, മാതാപിതാക്കളെ, കൊച്ചുമക്കളെ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സ്നേഹമാണ്. ഒരു ഇടവക ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂടിവരവാണല്ലോ ഇടവക പള്ളിപ്പെരുന്നാൾ. നാം ഏറെ സന്തോഷത്തോടെ ഇന്ന് രാവിലെ ആ കാത്തിരിപ്പിന് കൊടിയേറ്റി. ആ ആഘോഷത്തിന്റെ 1-ാം ദിവസമായി ഇന്ന് ഈ ഇടവകയുടെ ഊർജവും ചൈതന്യവുമായ സൺഡേ സ്കൂളിന്റെയും സർവോപരി ഭക്തസംഘടനകളുടെയും വാർഷികം കൊണ്ടാടുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവഴിയിലൂടെ വളർത്തി നടത്തുന്ന സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരെയേറെ ഊർജ്ജസ്വലതയോടെ ചുറുചുറുക്കോടെയും പള്ളിക്കാര്യങ്ങൾ ഏറെ സഹകരിക്കുന്ന നമ്മുടെ മഹത്തമയ സമാജം, ഇടവകയുടെ യുവത്വം ഒട്ടും ചോരാതെ കൈകോർത്ത് സഹകരിക്കുന്ന യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, നമ്മുടെ ഈ ഇടവകയുടെ മുതൽ കൂട്ടാളികളെല്ലാം തന്നെ ഈ പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഒരു ഇടവകയുടെ വളർച്ച. ഇടവകയുടെ എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളും, ഇവരുടെ എല്ലാ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ്, സഹകരണത്തിലൂടെയാണ് നമ്മുടെ ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് ഒരു വളമായി തന്നെ പ്രവർത്തിക്കുന്നത്. ഒരുപാട് പറഞ്ഞ് തീർപ്പിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് സ്വാഗത പണികൾ ആദ്യമായി നമ്മുടെ ഈ വാർഷിക യോഗത്തിന് അധ്യക്ഷനായി ഉദ്ഘാടകനായുമായ ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി എമിലച്ചൻ, ഈ ഇടവകയ്ക്ക് വേണ്ടി നമ്മുടെ ഇടവകയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി ഫാദർ എമിൽ കൂർണച്ചനെ വളരെ വിനയാദരങ്ങളോടെ ആദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഇടവകയുടെ വർക്കിംഗ് പ്രസിഡന്റായ ഏതൊരാവശ്യത്തിലും വളരെ സോമനസ്യത്തോടെ കേൾക്കുകയും ഇടവകയുടെ ഉന്നമനത്തിനും കാലഘട്ടത്തിനനുസരിച്ച് വളർച്ചയ്ക്ക് ഉതകുന്ന പ്രവർത്തനങ്ങളോടെ എന്നും നമ്മോടൊപ്പം നമ്മിൽ ഒരാളായി വർദ്ധിക്കുന്ന ആദരണീയനായ ശ്രീ പൊള്ളി കുര്യൻ അവരുടെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം. ഏറെ ചുതുചുറുക്കോടെ നമ്മുടെ പള്ളിയുടെ നടപ്പ് കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ ശ്രദ്ധാലുവായി പരിഹസിക്കുന്ന ഏറെ ആദരണീയനായ സെക്രട്ടറി ശ്രീ സാബു വർഗീസ് കലാപാറെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി, ഏറെ സ്നേഹിക്കപ്പെടുന്ന ശ്രീ ബിജു കെ അവർ, പള്ളിയുടെ ഏതൊരാവശ്യം
ആവശ്യത്തിനും സ്വന്തം ആവശ്യമായി കണ്ട് സമയം കണ്ടെത്തുന്ന ഏറെ സ്നേഹിക്കപ്പെടുന്ന ശ്രീ ബിജുവിനെയും ബിജുറ്റേക്കെ അവരുടെയും സ്നേഹാദരങ്ങളോടെ ഈ വേദിയിൽ സ്വാഗതം. നമ്മുടെ ഈ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ വനിതാ സമാജം പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ അവരെ എല്ലാം നേതൃത്വം വഹിക്കുന്ന നമ്മുടെ വനിതാ സമാജം സെക്രട്ടറി ശ്രീമതി ആലിസി, ഈ പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആർജവത്തോടെ യുവാക്കളുടെ ഒരു നിര തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ആ നിലയിൽ തന്നെ നമ്മൾ വേദിയിലേക്ക് അവർ വന്നിട്ടില്ല. എന്നിരുന്നാലും അവരെ എല്ലാവരെയും നമ്മുടെ വേദിയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. ശ്രീ മാത്യുവിന്റെ എബ്രഹാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പള്ളിയുടേതായ A to Z കാര്യങ്ങളെ കുറിച്ചും വളരെ മേഷവനായിട്ട് ഓടി നടക്കുന്ന വ്യക്തിയാണ്. യൂത്ത് അസോസിയേഷന്റെ കൊല്ലൂടെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹവും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിലെ PTA പ്രസിഡന്റ് നമ്മുടെ വേദിയിലാകാനായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ശ്രീ നിഖിൽ ബാബു ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മുടെ കൊച്ചു മക്കളുടെ മാതാപിതാക്കൾ, ഈ മാതാപിതാക്കളെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ നടക്കാനുള്ള പ്രോഗ്രാമുകളിലെല്ലാം തന്നെ ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കളുടെ സഹകരണം വളരെയേറെ ശ്ലാഘനീയമാണ്. അവരുടെ സഹകരണം ഈ ഇടവയോട് ചേർന്നുകൊണ്ട് ഈ ഇടവയുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെ കുട്ടികളുടെ എല്ലാ മാതാപിതാക്കളെയും സാധാരണ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങളുടെ സമഗ്രസംഘങ്ങളുടെ ആവേശകരമായ ഈ വാർഷികം, അതിലേക്ക് നമ്മുടെ കുട്ടികളെയും ശരിക്കും മുതിർന്നവരെയും വനിതാ സമാജത്തിന്റെ എല്ലാം വികസനത്തിന്റെ എല്ലാം പ്രോഗ്രാമുകളും നമ്മൾ നടക്കുന്നുണ്ട്. ഇവരെല്ലാം ഒരുക്കുന്നതിനും അവരെ അവരുടെ മത്സരങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിനും എല്ലാം നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എന്ന് പറയാം. കാരണം വെച്ചാൽ അവരുടെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ മാതാപിതാക്കളെല്ലാം തന്നെ. ആ പ്രത്യേകം ആ ടീച്ചേഴ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന കുറച്ച് മക്കളുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ വന്നിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളുണ്ട്. ഇന്ന് ഈ വേദിയിൽ ഈ ലൈറ്റും അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം ഒരുക്കുന്ന നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിന്റെ ആളുകളുടെ നമ്മളെല്ലാ കാലത്തും നമുക്ക് നോക്കാം. കാരണം നമ്മുടെ പള്ളിയിൽ ഒരു പരിപാടി നടക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യാതൊരു കുറവും ഉണ്ടാകാറില്ല. കാരണം നമ്മളുടെ കലവറ നോക്കുന്ന നമ്മുടെ കൃഷ്ണകുട്ടികളുണ്ട്, അതോടൊപ്പം സഹായിക്കുന്ന മറ്റു വ്യക്തികളുണ്ട്. എല്ലാവരെയും ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ ഈ വിട്ടുപോയി ക്ഷമിക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. Thank you, sir, for extending a warm welcome for us. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഇന്നത്തെ നമ്മുടെ വാർഷികാഘോഷം ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി നമ്മുടെ ഇടവകയുടെ എത്രയും ബഹുമാനപ്പെട്ട ML
വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന നമ്മുടെ ഫെലോഷിപ്പിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, സൺഡേ സ്കൂളിലെ മാസ്റ്റർ, PTA പ്രസിഡന്റ്, സമാജം സെക്രട്ടറി തുടങ്ങി കൂടാതെ കൂടി വന്നിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇന്ന് നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഭക്തസംഘടനകളെ സംബന്ധിച്ച് വർഷത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടി അവരുടെ കലാവിരുന്നുകൾ ആസ്വദിക്കുന്ന ഒരു വലിയ സമ്മേളനത്തിന്റെ നടുവിലാണ് നമ്മൾ കൂടിയത്. അക്ഷരാർത്ഥത്തിൽ ഒരു ദേവാലയത്തിന്റെ ആധ്യാത്മികമായ നിലനിൽപ്പിന്റെ അടിസ്ഥാനവും ആധാരവുമാണ് വിശ്വാസമുള്ള ജനസമൂഹം. വിശ്വാസമുള്ള ജനസമൂഹത്തെ പാകപ്പെടുത്തിയെടുക്കേണ്ട ഇടങ്ങളാണ് സൺഡേ സ്കൂൾ തുടങ്ങി സമാജമായിരുന്നാൽ, യൂത്ത് അസോസിയേഷനായിരുന്നാൽ എല്ലാ ഭക്ത സംഘടനകളും. സംഘടനകളാകാൻ എല്ലാവർക്കും പറ്റും, ഭക്തസംഘടനകളാകുക എന്നുള്ളതാണ് പ്രയാസം. സംഘടിതമായിരിക്കുന്ന ശക്തിയുടെ മുമ്പിൽ സംഘടിതമായ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുന്ന മികച്ച സംഘാടകരായി മാറാൻ പലപ്പോഴും നമുക്ക് സാധിച്ചേക്കാം. പക്ഷേ ഒരു ഭക്തസംഘടനാ പ്രവർത്തകൻ എങ്ങനെയാകാമെന്നുള്ളത് ഒരുപാട് അവനവനിൽ ചിന്തിച്ചാലോചിച്ച് ക്രമീകരിക്കപ്പെട്ട ജീവിതത്തിൽ ഉടലെടുക്കപ്പെടേണ്ടതാണ്. കുഞ്ഞ് ജനിച്ച വീണ് അവൻ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന കാലം മുതൽ തന്നെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുകയും ഭാവിയുടെ പരമോന്നതമായിരിക്കുന്ന ലക്ഷ്യത്തെ കുറിച്ച് വിവശരാകുന്ന മാതാപിതാക്കളുടെ നടുവിലാണ് നമ്മൾ பார்ക്കുന്നത്. എന്നാൽ ആ കുഞ്ഞിന്റെ ഉള്ളിൽ ആധ്യാത്മിക ചൈതന്യത്തിന്റെ തിരുനാളം എത്ര നാൾ ശോഭിക്കപ്പെടുന്നുണ്ടെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, അകം കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ളിലൊളിരിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യത്തെ തിരിച്ചറിയാൻ പാകതയുള്ള കുഞ്ഞുങ്ങളെ തയ്യാറാക്കുന്നതാണ് സൺഡേ സ്കൂൾ അഭ്യസനം. അത് തയ്യാറാക്കപ്പെട്ട പാഠപുസ്തകങ്ങളും ആചരണങ്ങൾക്കിടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ചിന്തിക്കുന്നത് വായിച്ചു പഠിച്ച് പേപ്പറിൽ എഴുതി പാസ് മാർക്ക് വാങ്ങി കടന്നുപോയതുകൊണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരു പ്രയോജനമില്ല. മറിച്ച് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ താൻ ആരാണെന്നും തന്നെ സൃഷ്ടിച്ചതാരെന്നും യഥാർത്ഥ ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെന്നും തിരിച്ചറിയുന്ന സുബോധമുള്ള ആത്മീയ ചൈതന്യമുള്ള തലമുറ രൂപപ്പെടുന്നെങ്കിൽ ആ ദേവാലയം ഏറ്റവും ശോഭയുള്ളതായ ഇടത്തേക്ക് മാറ്റപ്പെടുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. ജനിച്ച നാൾ മുതൽ അന്ധയായിരുന്ന ഹെലൻ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലോകം ചുറ്റി സഞ്ചരിച്ച് യാത്ര ചെയ്യാൻ പോയപ്പോ ഹെലൻ കെല്ലർ കൂട്ടുകാരിയോട് പറഞ്ഞു, ഞാൻ ഏറ്റവും കൗതുകത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കും നീ നാട് നീളെ സഞ്ചരിച്ച് കടന്നു വരുന്നത് കാണാൻ കേൾക്കാൻ. പ്രിയപ്പെട്ട കൂട്ടുകാരി പ്ലാൻ ഇട്ടതനുസരിച്ച് ലോകം ചുറ്റി സഞ്ചരിച്ച് ഒരുപാട് കാഴ്ചകളിൽ നിന്ന് മടങ്ങി. ഹെലൻ കെല്ലർ കൗതുകത്തോടെ ചോദിച്ചു, എന്റെ പ്രിയ സഹോദരി കൂട്ടുകാരി, ഈ ലോകത്തിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? കാരണം ജന്മനാൽ ഹെലൻ കെല്ലറിന് കാഴ്ചയില്ല, കേട്ടുകേൾവി മാത്രമാണുള്ളത്. ലോകത്തെ കുറിച്ച്, പ്രാപഞ്ചിക സത്യങ്ങളെ കുറിച്ച്, അതിന്റെ കൗതുകത്തെ കുറിച്ചൊക്കെ വളരെ നിസ്സംഗമായി കൂട്ടുകാരി മറുപടി പറയുകയാണ്, ഞാൻ ഈ ലോകത്തിൽ ചുറ്റി സഞ്ചരിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല. നിന്നോട് വിവരിച്ചു തരാൻ പാകതയിൽ അത്രയേറെ കൗതുകകരമായിട്ട് ഒന്നും തന്നെ ലോകത്തിൽ കാണാൻ പറ്റിയ കൂട്ടുകാരി. അപ്പോ ഹെലൻ കെല്ലർ മറുപടി പറയുക, കണ്ണുകൊണ്ട് കാഴ്ചയുണ്ടായിട്ട് ലോകത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയാത്തവരെക്കാൾ ഭൗതിക കണ്ണിന് കാഴ്ചയില്ലെങ്കിലും അക കണ്ടുകൊണ്ട് കെട്ടവരിലും തൊട്ടവരിലും എത്രയോ ശ്രേഷ്ഠമായിരിക്കും. ഭൗതികമായ കാഴ്ചയില്ലാതിരിക്കെ ലോക സൃഷ്ടിയെ കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും അതിലെ അത്ഭുതങ്ങളെ കുറിച്ചും ഉൾക്കാഴ്ചയോടുകൂടെ കണ്ട് വിവരിച്ച് വിലയിരുത്തിയിട്ടുള്ള ഹെലൻ കെല്ലറിന്റെ ഉള്ളിൽ ദൈവമെന്ന അത്ഭുത പ്രതിഭാസം തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടെ പുറം കാഴ്ചകൾ കാണാനുള്ള കാഴ്ചയുടെ
പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കർത്താവിന്റെ ജനന സമയത്ത് നമ്മൾ കാണുന്നത്. യേശുക്കുഞ്ഞിന് ജനിക്കാൻ ഒരു ഇടം കണ്ടെത്തി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടുകൊടുത്ത ഒരു കുടുംബം, ശുദ്ധിമതിയായ അമ്മയും യോസേഫ് പിതാവും കൂടെ യാത്ര പോവുകയാണ്. പല സത്രങ്ങൾ കയറിറങ്ങി തന്റെ പ്രിയപ്പെട്ടവർക്ക് പ്രസവകാലമായി പ്രസവവേദനയായി കുഞ്ഞിനെ പിറക്കാനൊരിടം. പക്ഷെ സത്രക്കാരൻ അത് ഗൗനിച്ചില്ല. കാരണം അവന്റെ ഉൾക്കണ്ണ് തുറന്നില്ല. തന്റെ മുമ്പിൽ നിൽക്കുന്നത് ലോകത്തിന്റെ രക്ഷാകരനായ ക്രിസ്തുവാണ് ജനിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞെങ്കിൽ ആ സത്രം മുഴുവൻ പക്ഷേ അവൻ അതിനെ തുറക്കപ്പെടുമായിരുന്നു. ആ സത്രക്കാരന് ഇല്ലാതിരുന്ന ഉൾക്കാഴ്ച കർത്താവിനുണ്ടായി. പ്രിയപ്പെട്ടവരെ, കുറെ കാലം മുമ്പ് കോവിഡ് എന്ന മഹാമാരി ലോകത്തിന്റെ മാനവജാതിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. എന്താണ് ക്രിസ്തീയ ജീവിതമെന്ന് ക്രിസ്തുവിന് തിരിച്ചറിയാൻ അവനവന്റെ കുടുംബവും അവനവനാകുന്ന ബലിപീഠങ്ങളുമാണ് മനുഷ്യ ജീവിതങ്ങൾ ദൈവത്തിനായി ക്രമീകരിക്കപ്പെടേണ്ടെന്നുള്ള നല്ല പാഠങ്ങൾ പഠിപ്പിച്ചപ്പോ നിരന്തരം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്ന ദുഃഖാർത്ഥരായിരിക്കുന്ന ആളുകളെ കണ്ടു. പലരും പറഞ്ഞ ഒരു ദിവസമെങ്കിലും ആരാധനയ്ക്ക് പള്ളിയിൽ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുതിക്കുകയാണ്. പക്ഷേ ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ ആദ്യമായി മനുഷ്യന്റെ ദാഹത്തിന് പരിഹാരം കണ്ടെത്താൻ ആ കൗതുകകരമായ ലോകത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് എന്ത് പറ്റി? നിരന്തരമായ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥനയെ ആദരപൂർവ്വം പങ്കെടുത്ത, സത്യവിശുദ്ധ കുർബാനയും ഭക്തി ബഹുമാനത്തോടെ തൊട്ടറിഞ്ഞ് ആരാധിച്ചിരുന്ന ദൈവജനം താൻ ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ഒക്കെ ഓൺലൈനായി ആരാധന എടുത്തു തുടങ്ങിയപ്പോ അവരിൽ ജഡസ്വഭാവം തുടങ്ങുന്നു. എനിക്കറിയാം ഒരു കുടുംബത്തിന് ഈ കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടു. അവരുടെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ വീട് കഴുകി വൃത്തിയാക്കി ഒരു പ്രത്യേക മുറി TV സെറ്റ് ചെയ്ത് വൈഫൈ സെറ്റ് ചെയ്ത് ഓൺലൈൻ വിശുദ്ധ കുർബാന അവർക്ക് ഭക്തിയാദരവും അനുഭവിക്കാനുള്ള യോഗ്യതയോ വീട് ചമച്ചൊരുക്കി. താഴത്ത് പായ വിളിച്ചൊരുക്കി, തലയിൽ തുണിയിട്ട് സ്ത്രീകൾ കുഞ്ഞുങ്ങൾ ദേവാലയത്തിൽ പോകുന്ന അതേ വലിയ ആചാര വലിയ പോലെ കുളിച്ച് വൃത്തിഭംഗികൾ ഉടുപ്പിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്ന അതേ ഭാവത്തോടെ ആരാധനയെ സംബന്ധിക്കുന്ന കാരണത്തിൽ തുടങ്ങി. കാലങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോ മനുഷ്യരിലേക്ക് സാത്താന്യ പ്രലോഭനം കടന്നു. ഇപ്പോ അതേ തുടർന്ന് പള്ളിയിൽ പോകുന്നതായിട്ട് എന്തിനു പള്ളിയിൽ പോകണം? വീട്ടിലിരുന്നാലും വിശുദ്ധ കുർബാന. ഞങ്ങൾ ഓൺലൈനായി കാണുന്നു. ഒരുത്തൻ പറയുക, അച്ഛാ ഇപ്പൊ സുഖമാ, ഭക്തിയാദരപൂർവം അണിയിച്ചൊരുക്കി വൃത്തിയാക്കി ആദരപൂർവം ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ വിശുദ്ധ കുർബാന കണ്ടിരുന്ന ദൈവജനം പിന്നീട് അടുക്കളയിൽ കറിക്കരിയുമ്പോ ഒരു കൂട്ടത്തിൽ വിശുദ്ധ കുർബാന, അതിരാവിലെ എഴുന്നേൽക്കാൻ പ്രയാസം കട്ടിലിൽ കിടന്ന വിശുദ്ധ കുർബാന, പേപ്പർ വായിച്ചിരിക്കുന്ന സൈഡിൽ മൊബൈൽ ഫോൺ കൊണ്ടുവച്ചിട്ട് അത് വിശുദ്ധ കുർബാന സംബന്ധിക്കുന്നവരായി. ഒരു വീട്ടിൽ വ്യത്യസ്ത തലങ്ങളിൽ വിശുദ്ധ ആരാധനയോടുള്ള സന്നദ്ധമായി മാറി. മനുഷ്യന് കിട്ടിയിട്ടുള്ള പാഠങ്ങളിൽ പ്രയാസങ്ങളിൽ നിന്നും ശരിയായിരിക്കുന്ന ഭാവത്തിലേക്ക് തിരിച്ചു പറയാൻ കഴിയാത്ത ജനങ്ങൾ ധാരാളം സമൂഹത്തിൽ ഇന്ന് ആദരപൂർവം അനുഗ്രഹത്തിനായി തീരേണ്ടതായ ആരാധന ഇടങ്ങളെ ശാപങ്ങളായി മാറ്റുന്ന തലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് നോക്കണം. പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥനയ്ക്കായി സമയം നീക്കിവെക്കാതെ, കുഞ്ഞുങ്ങളെ അതിലേക്ക് നയിക്കാതെ മാറിയിരിക്കുന്ന കുടുംബങ്ങളും വ്യക്തികളും ചിന്തിക്കണം. ആരാധനയ്ക്കായി ദൈവം അനുഗ്രഹത്തിന്റെ നേരങ്ങളെ ശാപമാക്കി മാറ്റുന്ന ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറിപ്പോയിട്ടുണ്ടോ? നമുക്കറിയാം, പ്രാർത്ഥിക്കാനിരിക്കുമ്പോ മൊബൈൽ
വിശുദ്ധ കുർബാനയ്ക്ക് ദേവാലയത്തിന്റെ അകത്ത് വരുമ്പോ ആരാധന മധ്യത്തിൽ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ റിങ്ങടിച്ച് അപ്പം തന്നെ എടുത്തു നോക്കി പുറത്തേക്ക് ഓട്ടമാണ്. നിന്നെ നിർമ്മിച്ചവരും നിന്നെ നിലനിർത്തുന്നവരും സകല സൗഭാഗ്യങ്ങളും കാരണാഭൂതനും വിശുദ്ധിയുള്ള മാലാഖമാരുടെ കൂട്ടം പരിശുദ്ധൻ 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 ആർത്തട്ടഹസിക്കുന്ന സ്വർഗീയ സേനകൾ ആർത്തട്ടഹസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നതിനേക്കാൾ വലുതായി മൊബൈൽ ഫോണിന്റെ ഒരു കോളും മൊബൈലും പ്രിയപ്പെട്ടതായി നിങ്ങൾക്ക് മാറിയെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ ആധ്യാത്മിക വിശുദ്ധിയുടെ നിലനിൽപ്പെന്നുള്ളത് ശബ്ദമായി ചിന്തിച്ചു നോക്കുക. കുഞ്ഞുങ്ങളെ ദൈവത്തിന് കൊടുക്കേണ്ട ആചാരമര്യാദകൾ പ്രാർത്ഥനയുടെ സമയങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. പ്രതിസന്ധിയുടെ നടുവിൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകും, വേദനയുണ്ടാകും. എന്നാൽ വേദനയുടെയും പ്രശ്ന സാധ്യതകളുടെയും മധ്യത്തിൽ അത് പരിഹരിക്കാൻ കഴിവുള്ളവൻ ദൈവമെന്ന് സാക്ഷിക്കുന്ന കാൽവരിയുടെ ക്രൂശിൽ താൻ ഏറ്റതായ പീഡനങ്ങളോടെ സഹനങ്ങളോടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് മാതൃകയായിട്ടുള്ള കർത്താവിന്റെ മാതൃകങ്ങളെ ചൊല്ലിക്കൊടുക്കാൻ സാധിക്കുന്ന ഇടങ്ങളായി കുടുംബങ്ങൾ മാറണം, ആധ്യാത്മിക വിദ്യാലയങ്ങൾ മാറണം. എത്ര സൺഡേ സ്കൂൾ അധ്യാപകർക്ക് നെഞ്ചത്ത് കൈവച്ചെന്ന് പറയാൻ പറ്റും? നിങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ അടിപതരാതെ ദൈവീയ വിശ്വാസത്തിലേക്ക് ചഞ്ചലിപ്പിക്കാതെ കടന്നു വരുമെന്ന് പറയാൻ പറ്റുമോ? മാതാപിതാക്കളാകട്ടെ, അധ്യാപകരാകട്ടെ, സൺഡേ സ്കൂൾ അധ്യാപകരാകട്ടെ, കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകണം. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ഞായറാഴ്ച ദിവസം ആരാധനയ്ക്കായി ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്തല്ല. കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ ആരാധനയ്ക്ക് പോകാൻ പഠിപ്പിച്ച് നിർബന്ധിക്കുന്ന അധ്യാപകർ കുഞ്ഞുങ്ങൾ പള്ളിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെ കണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് പാലിക്കപ്പെടുന്ന ഇടമായി മാറും? ആ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മാതൃകാപരമായിരിക്കുന്ന ശിക്ഷണം കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും? കുഞ്ഞുങ്ങളെ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിപ്പിക്കാൻ ഒപ്പമിരുന്ന് പ്രാർത്ഥിക്കാൻ സാധ്യമല്ലാത്ത മാതാപിതാക്കളെ നിങ്ങൾക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഒരു മാതൃകയാകാൻ പറ്റും? എനിക്കറിയാം, സൺഡേ സ്കൂൾ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്കൂൾ ദേവാലയത്തിന്റെ പരിധികൾക്കുള്ളിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രായം കഴിഞ്ഞ് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇടാത്ത കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ട്. തേടി പോകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തേടി പോകണം. ദൈവസന്നിധി കണക്കൊടുക്കേണ്ടവരാണ്. ഞാനും ഈ നാളുകളിൽ സദസ്സിൽ പോയപ്പോ കണ്ടു, സൺഡേ സ്കൂളിൽ വിടാൻ തയ്യാറാകാത്ത മാതാപിതാക്കളുടെ കുടുംബങ്ങളോട് നമ്മൾ പറയും. കുറ്റം പറയുന്നതെന്ന് വിചാരിക്കരുത്. എനിക്ക് സങ്കടം തോന്നിയ കാര്യം എന്താണ് പറയാത്തത്? ഞായറാഴ്ച ദിവസം നടത്തിയത് മറ്റിടങ്ങളിൽ പോകും. എന്ത് ഉത്തരവാണ് കൊടുക്കേണ്ടത് എനിക്കറിയില്ല. കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി കഴിയുമ്പോ മാതാപിതാക്കൾക്ക് വേദനാജനകമായ അനുഭവങ്ങളിലേക്ക് കടന്നു പോകുമ്പോ നെഞ്ചത്തടിച്ചിട്ട് കാര്യമില്ല, എത്ര വഴിപാട് വെച്ചിട്ട് കാര്യമില്ല. ദൈവമാകുന്നു, ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നതായി അനുഗ്രഹങ്ങൾ തന്നു. അനവധിയായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പ്രതിബന്ധങ്ങളിൽ തകരാർ പിടിച്ചു നിൽക്കാനുള്ള ശക്തി കേന്ദ്രമാണ് ദൈവിക സാമീപ്യമെന്നും കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കെൽപ്പുള്ളവരാകണം മാതാപിതാക്കളെ, അധ്യാപകരെ. മുന്നമേ നിങ്ങൾ മാത്രമേയുള്ളവരായി മാറട്ടെ. കുഞ്ഞുങ്ങൾക്ക് മാത്രമേയുള്ള അധ്യാപകർ. കുഞ്ഞുങ്ങൾക്ക് ദൈവസാമീപ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ജീവിതത്തിന് ഉണവാനായിട്ടുള്ള അധ്യാപകർ ഉണ്ടാകണം. പള്ളിയിൽ വന്നിട്ട് മുന്നിൽ വന്നപ്പോൾ അധ്യാപകർ വന്ന സമയം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ പിന്നെ അവർക്ക് പഠിപ്പിക്കാനുള്ള യോഗ്യത എന്താണ്? എനിക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളെ നമ്മൾ ഏറ്റവും വലുതായി കാണുന്ന ഡേ സ്കൂൾ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിലേക്ക്
ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാൻ വിടുമ്പോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അധ്യാപിക പഠിപ്പിക്കാൻ മോശമാണെന്ന് കണ്ടാൽ പൈസ കൊടുത്ത് പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ സഹിക്കൂ. നമ്മൾ പ്രിൻസിപ്പാളിനെടുത്തു ഇന്ന ക്ലാസ്സിൽ ഇന്ന ഡിവിഷനിൽ ഇന്ന ടീച്ചർ ഇന്ന സബ്ജക്ട് എടുക്കുന്നത് മോശമാണോ അല്ലേ? നമ്മൾ പറയും നമുക്ക് അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. എന്റെ കുഞ്ഞ് പഠിച്ച് സമുന്നതമായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന ചിന്തയുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പഠിച്ചത്ര സമുന്നതമായ നിലയിൽ എത്തിച്ചേർന്നാലും നമ്മുടെ കൺമുന്നിൽ നിന്ന് കാണുന്ന കാഴ്ചകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ വേറിട്ട അനുഭവത്തിലെന്നാണ് ചിന്തിക്കേണ്ട. ഒരു മാതാപിതാക്കൾക്ക് പൊന്നോമനയായി വളർന്നതാണ്. നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിൽ വാർത്താമാധ്യമങ്ങളിൽ കേട്ടതാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി കോളേജിൽ പഠിച്ചതായ വിദ്യാർത്ഥികളുടെ ദാരുണ മരണം. ആ കുഞ്ഞിനെ മരണത്തിലേക്ക് നയിച്ചതായ സഹപാഠികളെ നയിക്കാനുള്ള കാരണമെന്താ? അവരുടെ ഉള്ളിൽ ദൈവമില്ലെന്നുള്ളതാണ്, ദൈവബോധ്യമില്ലെന്നുള്ളതാണ്, വിശ്വാസമില്ലെന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസമില്ലാത്ത വിശ്വാസികളില്ലാത്ത തലമുറകൾ വളർന്നു വരുമ്പോ ലോകത്ത് അഭിമുഖീകരിക്കുന്ന അനധിദൂര പ്രത്യാഖ്യാനങ്ങളുടെ ഉദാഹരണമാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ കണ്ടത്. എന്തൊരു പ്രതീക്ഷയോടെയാണ് ഒരു വെറ്റിനറി ഡോക്ടറായിട്ട് മകൻ ഇറങ്ങി വരാൻ പ്രതീക്ഷയുടെ മാതാപിതാക്കൾക്ക് ഉടനെ അയച്ചു. പ്രിയപ്പെട്ടവരൊപ്പമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വിടുന്ന ഇടങ്ങളിൽ സുരക്ഷിതരായിരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലെ ആധ്യാത്മിക വെളിച്ചത്തെ ആളിക്കത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെ തലമുറ പരമ്പരകളിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സന്ദേശത്തുള്ള അധ്യാപകമായി കടന്നു വരുന്നു. നമ്മളിലുള്ള ഭക്തസംഘടനകൾ, സ്ത്രീകളുടെ സമാജമുണ്ട്, യുവാക്കൾക്ക് യൂത്ത് അസോസിയേഷൻ ഉണ്ട്. യൂത്ത് അസോസിയേഷൻ സമാജത്തിന്റെയും പ്രവർത്തന മേഖലകൾ സമീകരിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവ നന്മയുള്ള, ദൈവിക സ്വരമുള്ള, ദൈവിക സൗന്ദര്യമുള്ള, ദൈവിക സ്പന്ദനങ്ങളുള്ള പ്രവർത്തകരാണ്. ദൈവത്തിന്റെ മക്കളായിട്ടുള്ള പ്രവർത്തകരാണ്. സമൂഹത്തിൽ ആശയത്തവർക്ക്, അശരണമായിരിക്കുന്നവർക്ക് പ്രതിസന്ധിയുടെ നിലവിൽ ആശ്വാസത്തിന്റെ കരമായി മാറേണ്ടവരാണ് നിങ്ങൾ. ദൈവത്തിന്റെ പ്രതിനിധികളായി മാറേണ്ടവരാണ്. ദൈവാലയത്തോടുള്ള ബന്ധത്തിൽ ഭൗതികതയിൽ ഒരുപാട് വ്യാപൃതരായിരിക്കാം. അതിനേക്കാൾ അപ്പുറത്ത് ദൈവം പാലിക്കുന്ന ചിലടങ്ങളുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉണ്ടാവും. ദൈവാലയത്തിലെ പൂജാപാത്രങ്ങൾ എടുത്ത് പുരോഹിതർക്ക് മാത്രം ഉപയോഗിക്കാൻ സാധ്യതയുള്ള നിയമപരമായ അനുവാദം ഉണ്ടായിരുന്ന പൂജാപാത്രങ്ങൾ എടുത്ത് രാജാധികാരം ഉപയോഗിച്ച് മദ്യസേവ നടത്തി അനേകം ക്ഷണിച്ചു വരുത്തി നർത്തകമാടി രാജകൊട്ടാരത്തെ ആഡംബരമാക്കി പറ്റിയപ്പോ ഭിത്തിയുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവരെന്ന് കണ്ടു. പ്രിയരെ, കർത്താവ് ചിന്തിക്കുമ്പോൾ നമുക്ക് നാളുണ്ടെന്നുള്ളത് തലമുറയ്ക്ക് ബോധ്യമാകും. ഭക്തസംഘടനാ പ്രവർത്തകർക്കെല്ലാം ബോധ്യമാകണം. കർത്താവ് നമ്മെ തൂക്കി നോക്കും. കുറവുള്ളവരെന്ന് കണ്ടാൽ അവന്റെ രാജ്യം ശത്രുക്കൾക്ക് വിഭജിച്ചു കൊടുക്കുമെന്ന പഴയെന്ന് പറയുക. ഏതാണ്ട് രാജ്യം നാം വാങ്ങുന്ന കുടുംബം ഞാനാകുന്ന വെല്ലുവിളികൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പാർക്കുന്ന രാജ്യമായിരിക്കുന്ന എന്റെ കുടുംബം, ഞാനായിരിക്കുന്ന വെല്ലുവിളികൾ കർത്താവിന് വേണ്ടി ജീവിക്കാനും ദൈവത്തിന്റെ പാർക്കാനുള്ള ഇടമായി മാറാൻ, ആധ്യാത്മിക ചൈതന്യത്തിന്റെ വിളനിലങ്ങളായി മാറാൻ നമ്മുടെ ഭക്തസംഘടനാ പ്രവർത്തകർക്കാകണം. സമൂഹത്തിൽ ദൈവത്തെ അറിയാതെ കിടക്കുന്നവരെ മാടി വിളിച്ച ദൈവത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള വെളിവിനുണ്ട് എന്നുള്ളത് മറക്കരുത്. അങ്ങനെ കുടുംബങ്ങളായി, സമൂഹങ്ങളായി ദേവാലയത്തിൽ ഒരുവരപ്പെട്ട് ദൈവത്തിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ പേരിൽ ദൈവത്തോട് കൂടെ ചേർന്ന് ഒരുവരപ്പെട്ട് ഒരേ മനസ്സോടെ, ഒരേ ചിന്തയോടെ ചൈതന്യം സ്ഫുരിക്കുന്ന, സമൂഹത്തിന്റെ മുഴുവൻ വെളിച്ചം പകരുന്ന ക്രിസ്തു മതവിശ്വാസികളല്ല ദൈവത്തിന് ആവശ്യം, ക്രിസ്തു സഭാവിശ്വാസികളെ ആവശ്യം. ക്രിസ്തു മതം നമുക്ക് എല്ലാവർക്കും. കാരണം നമ്മൾ പറഞ്ഞ പോലെ പള്ളിയിൽ പ്രാർത്ഥിക്കും, നോമ്പെടുക്കും എന്നൊക്കെ പറയുന്ന മതത്തിനുള്ളിലായിരിക്കും. പക്ഷെ ക്രിസ്തു സഭയിലേക്ക് ചേരുക എന്നുള്ളത് അല്പം പ്രയാസമാണ്.
പക്ഷെ ഒരു കാര്യം ഓർമ്മ വേണം, ന്യായാധിപങ്ങളിൽ ക്രിസ്തു സഭയിൽ അംഗമായി ചേർന്നില്ലെങ്കിൽ ഒരു പോലും രക്ഷപ്പെടില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. അതല്പം കട്ടിയുള്ള കാര്യം. അത് വിസ്തരിക്കാൻ സമയമില്ലാത്തത് ഞാൻ ചുരുക്കുക. ഒറ്റക്കാര്യം ഓർക്കുക, ക്രിസ്തു മതവിശ്വാസികളെ അല്ല ദൈവത്തിന് ആവശ്യം. ദൈവം ആഗ്രഹിക്കുന്നു ക്രിസ്തു സഭയുടെ ഉള്ളിൽ കടന്നു വരുന്ന സ്വന്തം മക്കളെയാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. അവന്റെ രൂപത്തിലും ഛായയും സർവസ്വമോടുകൂടെ ആയിത്തീർന്നു. അവന്റെ കൽപ്പനകളെ പാലിച്ച് അവന്റെ വഴികളിൽ കൂടെ നടന്ന് നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളായിരിക്കുന്ന കുട്ടികളെയും തലമുറകളെയും അവന് വേണ്ടി യാഗമായി കിടക്കുന്ന ജീവിതമാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ സാക്ഷ്യമുള്ളവരായിട്ടാണ് അത്രേ കർത്താവ് നമ്മെ വിളിച്ചിട്ടുള്ളത്. ആ വിളിക്ക് യോഗ്യമായ തലത്തിൽ വളർത്താനും ഒപ്പം കുഞ്ഞുങ്ങളെ അതിലേക്ക് ചേർക്കാനും സാധിക്കുന്ന ഇടങ്ങളായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാധിക്കട്ടെ. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് വാർത്തെടുക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. ഒപ്പം അവരും അതിനുവേണ്ടി ഒരുങ്ങാനുള്ള പ്രാപ്തി ആദ്യം നേടണം. ഭക്തസംഘടനാ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സംഘടനാ പ്രവർത്തനമല്ല നിങ്ങൾക്ക് ആവശ്യം, ഭക്തസംഘടനാ പ്രവർത്തനമാണ് ആവശ്യം. ഭക്തിയുള്ള സംഘടനകളുടെ പ്രവർത്തകരായി മാറാനും ദൈവം നിങ്ങൾ വിളിക്കുന്നു എന്നുള്ള വിളി കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്താനാകട്ടെ. ഈ യോഗത്തെ ഔപചാരികമായി ഈ സമയത്ത് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ ചെലുത്തുന്നു. ദൈവം വിളിക്കുന്നു. നമ്മളുടെ ബഡിംഗ് ട്വിൻസ് രചിച്ച ഒരു മാഗസിൻ നമ്മളുടെ സൺഡേ സ്കൂൾ അധ്യാപകരും JSVBSലെ അധ്യാപകരും കൂടിയിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അത് പ്രകാശനം ചെയ്യുന്നതിനായി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ വർഷത്തെ VBS നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തമായി ഉൾപ്പെടുത്തിയിട്ടുള്ള അവരുടെ കൊച്ചു കൊച്ചു കഥകളും കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെയായി ഒരു ചെറിയ മാഗസീൻ ആക്കി ഒന്ന് പ്രസിദ്ധീകരിക്കുക ഏറ്റവും പ്രശംസനീയമായിരിക്കുന്ന ഒരു മാതൃകയാണ്. കാരണം കുഞ്ഞുങ്ങൾ VBS വന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കൃത്യമാണെന്നത് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് മുഴുവൻ ഒരു പുസ്തകമാക്കി മാറ്റുക എന്നുള്ളത് പുസ്തകം പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപക മാതാപിതാക്കൾ, പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അവരെല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ഇപ്പോൾ അതിന്റെ പ്രകാശനത്തിൽ നിർവഹിച്ചു.
താങ്ക് യു ഓൾ. നമ്മുടെ മാഗസിന്റെ പേര് പ്രോമിസസ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെയുടെ വാഗ്ദാനങ്ങളായി വളരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് എന്നേക്കുമായി ഉള്ള ഒരു ഓർമ്മയാക്കി മാറ്റിവെക്കാം. താങ്ക് യു. ഈ മാഗസിന്റെ ഓൺലൈൻ ലിങ്ക് ഫ്ലിപ്ബുക്കിൽ അവൈലബിൾ ആണ്. കാണുക, നമ്മുടെ കുട്ടികളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുക. താങ്ക് യു. അടുത്തതായി ആശംസാ പ്രസംഗം നടത്തുന്നതിനായി നമ്മുടെ ഫെലോഷിപ്പ് പ്രസിഡന്റ് ശ്രീ പോൾ ടി കുര്യൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വികാരി എബിലച്ചൻ നമുക്ക് വേണ്ട നല്ല നല്ല മെസ്സേജ് എല്ലാ ഭക്തസംഘടനകൾക്കും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും പള്ളിയിൽ വരുന്ന എല്ലാവർക്കും നല്ലൊരു മെസ്സേജ് അച്ഛൻ തരികയുണ്ടായി. എല്ലാവരും ശ്രദ്ധിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ പള്ളിയുടെ വികസനത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും മുൻപന്തിയിൽ ഏത് സമയത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭവന സന്ദർശനം നടത്താനായിട്ട് അച്ഛൻ എല്ലാ ദിവസവും വൈകിട്ട് അംഗമായി വണ്ടി ഓടിച്ചിട്ട് വന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പിരിയുമ്പോൾ രാത്രി 11 മണിയാവും. 4 മണിക്ക് അച്ഛനോട് വന്നാൽ ഞങ്ങളാണ് കുറച്ചുകൂടി കഴിയണം. പക്ഷെ അച്ഛൻ 4 മണി നമുക്ക് 3:45 വരും. അച്ഛൻ തിരിച്ചു പോകുന്നത് 11:30 മണിയാവട്ടെ. അത്രയും സമയം നമ്മളുടെ ഇടയ്ക്ക് പല ദിവസങ്ങളും ഇങ്ങനൊരു 8-9 ദിവസം നമുക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഭാഗങ്ങൾ സന്ദർശിക്കാനും നല്ല നല്ല നിർദ്ദേശങ്ങൾ നൽകാനും നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ സൺഡേ സ്കൂളിലും നമ്മുടെ ഭക്തസംഘടനകൾക്ക് എല്ലാവർക്കും ഏത് സമയത്തും എന്ത് നിർദ്ദേശങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനും വളരെ സിമ്പിളായിട്ടുള്ള അച്ഛനാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഫെലോഷിപ്പ് സെക്രട്ടറി, ഫെലോഷിപ്പ് ട്രസ്റ്റി, ഈ 2 പേരും എന്നോട് കൂടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 3 പേരും കൂടി ആലോചിക്കും. എല്ലാ കമ്മിറ്റി മെമ്പേഴ്സും കൂടി ആലോചിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കമ്മിറ്റി മെമ്പേഴ്സ് മാത്രമല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച കാര്യങ്ങൾ ചെയ്യും. പക്ഷേ സെക്രട്ടറി ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും ഓടിയും എല്ലാ കാര്യങ്ങളും ഭവന സന്ദർശനത്തിനാണെങ്കിലും എല്ലാ ദിവസവും ഈ 2 പേരും എന്നോടൊപ്പം അച്ഛനോടൊപ്പം എല്ലാ വീടുകളിലും പോകാനായിട്ടും വളരെ സാമർഥ്യത്തോടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും ഭക്തസംഘടനകളുടെ കാര്യങ്ങളായാലും സൺഡേ സ്കൂളിന്റെ കാര്യങ്ങളായാലും EBS 3 ദിവസം EBS നടത്തി. ആ എല്ലാ കാര്യങ്ങളിലും ഇവിടെ രാവിലെ മുതൽ എല്ലാവരും സന്നിഹിതരായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം കഴിച്ച് ബാക്കി 2 പേരും വളരെ കലയോടുകൂടി കാര്യങ്ങൾ നടത്താനായിട്ട് എൻ്റെ പുറകിലുള്ളതാണ്. അതേപോലെ തന്നെ വനിതാ സമാജം സെക്രട്ടറി ശ്രീ അലിസേജി എല്ലാ കാര്യങ്ങൾക്കും വനിതാ സമാജത്തിന് ഒന്നാണല്ലോ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയാനും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും വനിതാ സമാജം ചേച്ചിമാരാണെങ്കിലും വനിതാ സമാജം പ്രവർത്തകരാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് BBS-നാണെങ്കിലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 15-ാം തീയതി ആഴ്ച അച്ഛന്മാരുടെ അംഗമായി മേഖലാ മീറ്റിംഗ് നമ്മുടെ ഈ പള്ളിയിൽ വെച്ചാണ് പോകുന്നത്. സർവീസ് ഉണ്ടായിരുന്നു. സർവീസ് രാവിലെ മുതൽ വൈകുന്നേരം ഇവിടെ ഉണ്ടായിരുന്നു. വനിതാ സമാജ പ്രവർത്തകർ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലുണ്ടായിരുന്നു. ശ്രീ ചേച്ചി ഞാൻ ഓർക്കുന്നു. അതേപോലെ തന്നെ യൂത്ത് അസോസിയേഷൻ ധാരാളമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പുറകിൽ നിന്ന് അവർ എല്ലാവരുടെ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PTA പ്രസിഡന്റ് ശ്രീ നിഖിൽ ബാബു വളരെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ ബന്ധപ്പെടുകയും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം മുമ്പിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർ ശ്രീ വർക്കി വളരെ നല്ല രീതിയിൽ ടീച്ചേഴ്സിനെ നല്ല ഒത്തൊരുമയോടുകൂടി
പാരൻസിനെ ഒത്തൊരുമയോടുകൂടി കുട്ടികളെ ഒത്തൊരുമയോടുകൂടി നല്ല രീതിയിൽ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ വർഷം മുതൽ നല്ല രീതിയിൽ ഈ കൊറോണയ്ക്ക് ശേഷം നല്ല രീതിയിൽ സൺഡേ സ്കൂളിനെ ഉയർത്തുവാനായിട്ടും എല്ലാ കാര്യങ്ങൾക്കും കുട്ടികളെ പാഠപ്പെടുത്തിയെടുക്കാനായിട്ടും ശ്രീ എൽദോക്കി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. എല്ലാവരും സഹായിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എനിക്ക് തോന്നുന്നത് ഒരു 1.5 മാസമായിട്ട് നമ്മുടെ പള്ളിയിൽ എല്ലാ ദിവസവും വൈകിട്ട് ഈ ടീച്ചേഴ്സ് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അതേപോലെ BBSനാണെന്നെങ്കിലും പിള്ളേരെ എടുക്കാനായിട്ട് BBSന് പുറത്തുനിന്ന് പ്രാസംഗികരെ വിളിച്ചു കൊണ്ടുവരാനായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഒത്തൊരുമയോടുകൂടി നല്ല ഊർജ്ജസ്വലതയോടുകൂടി അവർ ഒരുപാട് പണിയെടുക്കുന്നുണ്ട്. കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അത് ചോദിക്കുകയും അതുപോലെ അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അവരും എല്ലാ കാര്യങ്ങളും നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയാൻ അധികമില്ല. എന്നാലും എല്ലാവരും എല്ലാ കാര്യങ്ങളും വളരെ സഹായമാണ്, സന്നദ്ധമാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ കുട്ടികളെ സൺഡേ സ്കൂളിൽ വിടാനായിട്ട് ഇപ്പോൾ പഴയപോലെയല്ല, നമ്മുടെ പാരൻസ് എല്ലാവരും കുറച്ചുകൂടി ഉത്സുകരാണ്. അവർ നമുക്കത് സൺഡേ സ്കൂൾ നോക്കാൻ അറിയാൻ പറ്റും. സൺഡേ സ്കൂൾ കുട്ടികളുടെ എണ്ണങ്ങൾ കൂടുന്നത് ഞങ്ങൾക്കറിയാൻ പറ്റും. അവർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഭാഷയും ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിലും അത് നല്ല മിടുക്കന്മാരും മിടുക്കിയുമായിട്ടുള്ള നല്ല കുട്ടികളാണ്. വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും വലിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ അവരുടെ പുറകിൽ നിന്ന് ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവർ പ്രാക്ടീസ് ചെയ്യാനും എല്ലാവരും കുറച്ച് കുട്ടികളെ വലിയ കുട്ടികൾ കൊടുക്കുന്നുണ്ട്. അവരെല്ലാവരും വളരെ ഉത്സാഹപൂർവ്വം എല്ലാത്തിനും സഹായിക്കുന്നുണ്ട്. എല്ലാവർക്കും വിട്ടുവഴക്കില്ല ക്ഷമിക്കണം. ഈ യോഗത്തിലേക്ക് ഇന്ന് ഈ യോഗത്തിലേക്ക് പ്രത്യേകം എല്ലാവർക്കും ഞാൻ ആശംസ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വനിതാ സമാജം സെക്രട്ടറി ആലീസ് പൗലോസിനെ ക്ഷണിച്ചു. സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം സത്യസമ്മേളന പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നത് നല്ല ഒരു രീതിയിലാണ് എല്ലാ പോകുന്നതും എല്ലാവരും കണ്ടുപിടിക്കുന്നത്. അത് പള്ളിയുടെ ആവശ്യമായതുകൊണ്ട് പള്ളിക്ക് പറ്റിയ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. കൂടുതൽ പറഞ്ഞ് ഞാൻ ആരെയും ബോറെടുക്കുന്നില്ല. എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് നിഖിൽ ബാബു PTA പ്രസിഡന്റ് സൺഡേ സ്കൂൾ ക്ഷണിച്ചോളൂ. ട്രസ്റ്റീസ്, വേദിയിൽ സംസാരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ പരിപാടി എത്രയും പെട്ടെന്ന് തുടങ്ങാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ അധികം പ്രസംഗിക്കാനുള്ളൊരു പ്രസംഗത്തിന് പ്രസക്തിയില്ലാത്ത എനിക്ക് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇനി ഈ സ്റ്റേജ് കയറി ഒരു അടിപൊളി പരിപാടിയാക്കാൻ വേണ്ടി അക്ഷമയായി കാത്തിരിക്കുന്ന കുട്ടികൾക്കും അവരെ അതിനുവേണ്ടി പ്രാപ്തരാക്കിയ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും അതിന് വേദി ഒരുക്കിയ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷത്തെ നമ്മുടെ വിവിധ പരിപാടികളുടെ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസിനുള്ള പ്രൈസ് ഡിസ്ട്രിബ്യൂഷനാണ് അടുത്ത പരിപാടി. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛനെയും ഏറ്റുവാങ്ങുന്നതിനായി കുട്ടികളെയും ക്ഷണിച്ചുകൊള്ളുന്നു. 2023 വർഷത്തെ വാർഷിക പരീക്ഷ സൺഡേ സ്കൂളിന്റെ വാർഷിക പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ് ആദ്യമായി നൽകുന്നത്. 6ാം ക്ലാസ്സിൽ
സ്കൂളിൽ നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ എബിസാദ്. എബിസാദ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇന്നാണ് ഞാൻ പറയുന്നത് ഇതിന്റെ ഇടയിൽ ഒരു വാക്കുണ്ടായിരുന്നു. പുള്ളി യൂത്ത് അസോസിയേഷനിൽ വിസിറ്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഈ സമ്മാനങ്ങൾ കിട്ടിയവരെല്ലാം അവരുടെ സമ്മാനങ്ങൾക്ക് പ്രാപ്തമാക്കിയത് ഈ എബി ആണെന്നാ പറയുന്നത്. ഞാൻ എന്താണ് അപ്പൊ അതുകൊണ്ട് എബി സാറിന് ഒരു പ്രത്യേക സമ്മാനം യൂത്ത് അസോസിയേഷൻ പറയുന്നത് എബി സാറിന്റെ കയ്യിൽ ക്ഷണിക്കുന്നു. എല്ലാവരും കയ്യിലെല്ലാം വികാരി വേദിയിലിരിക്കുന്നവരെ എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഈ നന്ദി പറയുന്നതിന്റെ ചരിത്രം ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ ഒരു സാധനമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണമെന്നുള്ളത്. അത് ഇന്നത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ മൊത്തം ബ്ലോക്കിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ഒരു വണ്ടിക്ക് നമ്മളൊരു സൈഡ് കൊടുക്കുമ്പോൾ എന്ന് പറയുന്ന അതിനാണ് ഇന്നത്തെ ലോകത്തെ ഇന്നത്തെ കാലത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കടമ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഒത്തിരിയും പേരുടെ ഭാഗത്തുനിന്നുള്ള എഫേർട്ടാണ്. അതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതിനുള്ള ഒരു നന്ദി. അവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൂടെ എഫേർട്ട് എടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനുള്ളൊരു നന്ദി പ്രകാശനമാണ് എന്റെ കർത്തവ്യം പറയുന്നത്. അപ്പൊ ഒരു ഔപചാരികതയുടെ പേരിലല്ല നന്ദി പറയുന്നത്. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഊർജമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ കർത്തവ്യത്തിലോട് കടക്കുകയാണ്. ആദ്യമായി സ്വാതന്ത്ര്യ പ്രസംഗം പറഞ്ഞ നമ്മുടെ വികാരി എമിലച്ചനോടുള്ള നന്ദി. അച്ഛൻ പ്രത്യേകിച്ച് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ്. പള്ളിയിൽ വരേണ്ട ആവശ്യകത, എങ്ങനെ വേണം പള്ളിയിൽ വരാൻ, എപ്പോഴും വേണം വരാൻ, പ്രാർത്ഥനയെ കാണേണ്ടത് എങ്ങനെയാണ്, പ്രാർത്ഥനയുടെ സമയത്ത് മൊബൈൽ ഉപയോഗിക്കാതെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയാകേണ്ട ആവശ്യകതയെ കുറിച്ച്, സൺഡേ സ്കൂൾ അധ്യാപകരുടെ വ്യാപകമായിട്ടുള്ള പ്രവൃത്തി മണ്ഡലത്തെ കുറിച്ചിട്ട്, ഭക്തസംഘടനാ പ്രവർത്തനം എന്നത് ഭക്തസംഘടനാ പ്രവർത്തനമായിരിക്കണം, സംഘടനാ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മളെ ഉദ്ബോധിപ്പിച്ചു. ഇതിനുള്ള
എല്ലാ നന്മകളെയും അവരോട് നന്ദി അറിയിപ്പിക്കുന്നു. ബൈബിളായ ഈ സ്ഥാപനങ്ങളോട് നന്ദി പ്രത്യേകം അർപ്പിക്കുന്നു. ഫെലോഷിപ്പ് പ്രസിഡൻസി പൊളിറ്റിക്കലിയും അദ്ദേഹവും യൂത്ത് അസോസിയേഷനിലെ ഓരോരുത്തരുടെയും യൂത്ത് അസോസിയേഷൻ ഭക്തി സഭ പ്രസിഡന്റുകൾ പള്ളിയിലെ ഓരോരുത്തരുടെ പേരൻസിന്റെ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞതിനുള്ള നന്ദി പ്രത്യേകം ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അടുത്തത് സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ വെൽക്കം സ്പീച്ച് നടത്തി ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇവിടെ വന്നിരിക്കുക ഇവിടെ ഓരോരുത്തരെയും ഈ പ്രോഗ്രാം വിജയിപ്പിക്കാനുള്ള ഓരോരുത്തരെയും പ്രത്യേകം എടുത്തു പറഞ്ഞ് സ്വാഗത പ്രസംഗം നടത്തിയ ഹെഡ് മാസ്റ്ററോട് നന്ദി സ്മരണത്തിൽ പ്രത്യേകം അർപ്പിക്കുന്നു. അടുത്തതായി PTA പ്രസിഡന്റ് നിഖിൽ ബാബു ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ ആശയങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ ഒരാളാണ് ഞാൻ പെട്ടെന്ന് നന്ദി പറഞ്ഞ് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തോട് നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. സ്ത്രീ സമാജത്തിന്റെ ഭാഗത്ത് നിന്ന് വനിതാ സമാജത്തിന്റെ ഭാഗത്ത് നിന്ന് സെക്രട്ടറി ആലിസ് ഓയോസിനോട് നന്ദി പ്രത്യേകം അർപ്പിക്കുന്നു. ഫെലോഷിപ്പ് ട്രസ്റ്റി ശ്രീ ബിജു, ഫെലോഷിപ്പ് സെക്രട്ടറി ശ്രീ സാബു, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ മാത്യൂസ് എന്നിവരോട് നന്ദി പ്രത്യേകം അർപ്പിക്കുന്നു. പേരൻസ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്, എല്ലാ സപ്പോർട്ടിംഗ് ഹാൻഡ്സ് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുള്ള പ്രത്യേകപ്പെട്ട നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ പേരൻസും കുഞ്ഞുങ്ങളുമാണ് ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നത്. നിങ്ങൾ എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അവസാനമായി നിങ്ങൾക്കറിയാം ഈ പ്രോഗ്രാം മൊത്തം അനൗൺസ് ചെയ്യുകയും കൊണ്ടുവരികയും മനോഹരമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സൂസൻ ചേച്ചിയാണ്. സൂസൻ ചേച്ചിയോടുള്ള നന്ദി പ്രത്യേകം ഈ അവസരത്തിൽ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ആരെങ്കിലും വിട്ടുകൊടുത്തെങ്കിൽ അവരെ പ്രത്യേകം ഓർക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Jason. But I do apologize. ഞാൻ മാപ്പ് പറയാണ്, എനിക്കൊരു തെറ്റുപറ്റി. 7ാം ക്ലാസ്സിലെ സെക്കൻഡ് പ്രൈസ് വാങ്ങിയ എല്ലാ ദിവസമുള്ള സമ്മാനം കൊടുക്കാൻ വിട്ടുപോയി. അച്ഛാ, പ്ലീസ്. Thank you, Acha, and thank you, Edna, and sorry again, once again sorry. And now, here comes the end of the public meeting. Now we can move on to the program. Thank you.